ജനങ്ങൾക്ക് മുന്നിൽ കണക്ക് പറയേണ്ടതില്ല എന്ന് പറഞ്ഞ പാർട്ടി ഇതാ തിരുത്തി കണക്ക് പറയാൻ പോവുകയാണ്. പക്ഷേ ആ കണക്ക് അതെന്തായിരിക്കും എന്നത് തന്നെയാണ് ചോദ്യം. കുഞ്ഞികൃഷ്ണൻ ഓഡിറ്റ് നടത്തിയ കണക്കുകൾ ശരിയല്ല എന്നാണ് GI മധുസൂദൻ MLA നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ 3 ഫണ്ട് തട്ടിപ്പിലെയും കണക്കുകൾ പുറത്തു വിടുന്നുണ്ട് അല്ലേ? നിശ്ചയമായും വിനീത, എന്തൊക്കെയാണ് വി കുഞ്ഞികൃഷ്ണൻ പുസ്തകത്തിൽ പുറത്തുവിടുന്നത്, എന്തൊക്കെ വിശദാംശങ്ങളാണ് പുറത്തുവിടുന്നത്, അതിനെല്ലാം കൃത്യമായ മറുപടി നൽകും. അത് കണക്കുകളാണെങ്കിൽ കണക്കുകൾ, വാദങ്ങളാണെങ്കിൽ അതിനും കൃത്യമായ മറുപടി നൽകുമെന്നതാണ് കഴിഞ്ഞ ദിവസം CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അത് കണ്ടു തന്നെ അറിയണം. എന്നാൽ CPIM നിലവിൽ ഈ കാര്യത്തിൽ പ്രതിരോധത്തിലാണ്. ഏതെങ്കിലും നിലയിൽ വി കുഞ്ഞികൃഷ്ണൻ പുറത്തുവിട്ട വിവരങ്ങളാണ് ശരിയെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് CPIMന് ഉണ്ടാക്കുന്ന ക്ഷീണം ചെറുതായിരിക്കില്ല. ഈ രക്തസാക്ഷി ഫണ്ട് എന്നൊക്കെ പറയുന്നത് പാർട്ടി അണികളെ സംബന്ധിച്ച് വൈകാരികമായിട്ടുള്ളൊരു തലമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഈ കണക്ക് പാർട്ടിക്കകത്ത് മാത്രമേ അവതരിപ്പിക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞ CPIM നേതൃത്വം പിന്നീട് ഈ ലോക്കൽ കമ്മിറ്റികളിലും പയ്യന്നൂരിൽ പാർട്ടിയിലെ ഭിന്നാഭിപ്രായം അതിൽ ഉയരുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ആ കണക്ക് പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പാർട്ടി തയ്യാറാണെന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പ്രഖ്യാപിക്കേണ്ടി വന്നത്. ഇനി ഇതിൽ അറിയേണ്ടത്, നേരത്തെ വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് ഓഡിറ്റിൽ 46 ലക്ഷം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ്. അതിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഈ കണക്ക് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും എന്നതാണ് വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ വിശദാംശങ്ങൾ പുറത്തുവിട്ടതിന് ശേഷം എന്തായിരിക്കും പാർട്ടി നേതൃത്വം പുറത്തുവിടാൻ പോകുന്ന കണക്ക്? അതിലേതെങ്കിലും നിലയിൽ അത് ഫണ്ട് വകമാറ്റി എന്ന് പോലും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, അങ്ങനെ പോലും തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് പാർട്ടി പ്രതിരോധത്തിലാവും. കാരണം രക്തസാക്ഷി ഫണ്ട് മറ്റൊരു കാര്യത്തിന് പോലും വിനിയോഗിക്കാൻ പാടില്ല എന്നുണ്ട്. ഇതിൽ വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് നേരത്തെ ജില്ലാ കമ്മിറ്റി ഇടപെട്ടിട്ടാണ് പിന്നീട് 40 ലക്ഷം ഒക്കെ തിരിച്ചടച്ചത്, ഇതിൽ നഷ്ടപ്പെട്ട പണം തിരിച്ചടച്ചതെന്നാണ്. ഏതെങ്കിലും നിലയിൽ വകമാറ്റി എന്ന് പോലും ഇതിൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ CPIM നേതൃത്വം വലിയ പ്രതിരോധത്തിലാകും. ആ ജാഗ്രതയോടെയാണ് അടുത്തിരിക്കെ വലിയ ചർച്ചാ വിഷയമാകുന്നു കുഞ്ഞികൃഷ്ണന്റെ പുസ്തകവും വെളിപ്പെടുത്തലും എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തുവിടാം എന്നതിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.